പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ CPIM തീരുമാനം വൈകിയേക്കും. മുഖ്യമന്ത്രി ആരെന്ന് അറിഞ്ഞിട്ട് പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുക്കണോ എന്ന് നിശ്ചയിക്കാമെന്നാണ് പിണറായി വിജയന്റെ നിലപാട്. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന CPIയുടെ ആവശ്യം തള്ളിക്കളയാനാണ് CPIM തീരുമാനം. CPI പ്രതിപക്ഷ ഉപനേതൃ പദവി ഉന്നയിച്ച കാര്യം തനിക്കറിയില്ല എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. CPIയുടെ ജനറൽ സെക്രട്ടറി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വിവരമാണ്. അവിടെ അഖിലേന്ത്യാ പാർട്ടി നേതൃത്വം സംസാരിച്ചതിന് ശേഷം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞങ്ങളത് ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. സാധാരണ കീഴ്വഴക്കമനുസരിച്ച് CPIM തീരുമാനിക്കേണ്ടതാണ് ആരാണ് പ്രതിപക്ഷ നേതാവ്. അത് ഇവിടുത്തെ CPI നേതൃത്വവും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് CPIM ആണ് തീരുമാനിക്കേണ്ടത്. പിണറായി വിജയൻ ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് ആവാൻ പാടില്ല എന്ന നിലപാട് CPI എടുത്തതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ എടുത്തതായിട്ടുള്ള ഒരു വിവരവും നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. അതാണ് ഇതിന്റെ കാര്യം. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ കോൺഗ്രസിനെ LDF വിമർശിക്കുന്നുണ്ട്. ജനങ്ങളോട് നീതി പുലർത്താനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ടെന്നും ആ ബാധ്യത കോൺഗ്രസ് നിറവേറ്റുന്നില്ല എന്നുമാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തിയത്. ഇവിടെ ഗവൺമെന്റ് അല്ലേ വേണ്ടത്? ആദ്യം ഗവൺമെന്റ് അല്ലേ വേണ്ടത്? ഗവൺമെന്റ് ഒരു മുഖ്യമന്ത്രിയുടെ പ്രശ്നം മാത്രമല്ല, മന്ത്രിമാരും വരണ്ടേ? മന്ത്രിമാരും വരണല്ലോ. ഇവിടെ ഇപ്പോൾ ഓരോ വകുപ്പിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, അതിനൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലേ? അത് കേരളത്തിൽ നടക്കുകയല്ലേ തെറ്റായ രീതി? അതിനെക്കുറിച്ചല്ലേ വിമർശിക്കേണ്ടത്? കാവൽ മന്ത്രി സഭയ്ക്ക് അതിലൊരു റോളൊന്നുമില്ല. അതൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന കാര്യമല്ലല്ലോ. ശ്രീജിത്ത് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ നിലയിൽ മുഖ്യമന്ത്രി ആരെന്നറിഞ്ഞതിന് ശേഷമായിരിക്കും പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുക്കണമോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് താൻ എത്തുക എന്നുള്ളതാണ് പിണറായി വിജയന്റെ നിലപാട്. എന്താണ് അത്തരമൊരു നിലപാടിലേക്ക് അദ്ദേഹം എത്താനുള്ള ഒരു സാഹചര്യം? വിവരങ്ങൾ എന്തൊക്കെയാണ്? അമൽ, ജില്ലാ പ്രതിപക്ഷ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ CPIM-നകത്താണ് തീരുമാനമുണ്ടാകേണ്ടത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഡൽഹിയിൽ നടന്ന CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ ചർച്ചകളൊന്നും നടന്നില്ല. ഇന്ന് മുതൽ CPIM-ന്റെ സംസ്ഥാനത്തെ നേതൃയോഗങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി യോഗം ഇന്നും നാളെയും മറ്റന്നാളുമായി സംസ്ഥാന സമിതിയും ചേരും. ഈ യോഗങ്ങൾക്കിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകേണ്ടത്. എന്നാൽ പിണറായി വിജയൻ വ്യക്തിപരമായി എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാണ് എന്നറിയട്ടെ, അതിനുശേഷം താൻ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ വ്യക്തിപരമായ ഒരു നിലപാടെടുക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഘടകകക്ഷി നേതാക്കൾ ഇതേപ്പറ്റി ആരാഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ ഇതേപ്പറ്റി മനസ്സ് തുറന്നത്. അതായത് തനിക്കൊപ്പമുള്ളവരോ തന്നേക്കാൾ അത്ര സീനിയോറിറ്റി ഉള്ളവരാരെങ്കിലും വന്നാൽ മാത്രം പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കടന്നു വന്നാൽ മതി എന്നൊരു ആലോചന പിണറായിക്കുണ്ടോ എന്ന സംശയമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കും എന്നാണ് CPIM-ലെ ഒരു പ്രബല വിഭാഗം അഭിപ്രായപ്പെടുന്നത്. ഇപ്പോൾ അദ്ദേഹം വാടക വീട്ടിലേക്ക് മറ്റും മാറിയെങ്കിലും കന്റോൺമെന്റ് ഹൗസ് അദ്ദേഹത്തിൻ്റെ ഓഫീസായി ഉപയോഗിച്ചാൽ മതിയല്ലോ. കന്റോൺമെന്റ് ഹൗസിൽ അദ്ദേഹം താമസിക്കാൻ പോകുന്നില്ല, പകരം വാടക വീട്ടിലായിരിക്കും താമസിക്കുക എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ അവർ പറയുന്നുണ്ട്. എന്നാൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും മൊത്തം ഈ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കരുത്, ഒരു തലമുറ മാറ്റം പാർട്ടിക്കകത്ത് ഉണ്ടാകണം, പുതിയൊരു നേതൃനിര 2ാം നിരയിൽ നിന്ന് കടന്നു വരണം, 2031 തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് അവരെ ഒരുക്കിക്കൊണ്ടുവരണം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ശക്തമായി ഉയർന്നാൽ ഒരുപക്ഷെ പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തേക്കില്ല എന്നും പറയുന്നവരുണ്ട്. ശ്രീത്തി, പ്രതിപക്ഷ ഉപനേതാവ് പദവി അത് വേണമെന്ന് പരസ്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ ഒന്നിലധികം തവണ CPI നേതാക്കൾ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് തള്ളിക്കൊണ്ടുള്ളൊരു സമീപനം CPIM എടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതോടൊപ്പം ഇന്ന് LDF കൺവീനർ പറഞ്ഞ വാക്കുകൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ആ നിലയിലേക്ക് തന്നെയാണോ LDF-ൽ കാര്യങ്ങൾ പോകുന്നത്? ഒപ്പം ബിനോയ് വിശ്വം ആശാസമരത്തിലടക്കം പറഞ്ഞ കാര്യങ്ങൾ അതുകൂടി തള്ളുകയാണ് ഇന്ന് LDF കൺവീനർ. ജില്ലാ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്നാവശ്യപ്പെടാൻ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗങ്ങളിലാണ് തീരുമാനമുണ്ടായത്. ഇതനുസരിച്ച് CPIM നേതാക്കളെ ഈ തീരുമാനം അറിയിച്ചിട്ടുണ്ട് എന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മറ്റു നേതാക്കളും അവകാശപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന LDF-ന്റെ നേതൃയോഗത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന നിലപാട് CPI നേതാക്കൾ പ്രകടിപ്പിച്ചില്ല. മുന്നണി യോഗത്തിൽ അത്തരമൊരു ചർച്ച നടന്നില്ല എന്നാണ് ഇന്ന് മുന്നണി കൺവീനറായ TP രാമകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ പുറത്ത് ഇത്തരമൊരു മുന്നണി യോഗത്തിൽ ഉന്നയിക്കാതിരിക്കുകയും പുറത്ത് ഇത്തരമൊരു അഭിപ്രായ പ്രകടനം പരസ്യമായി നടത്തുന്നതിൽ CPIM-ന് കടുത്ത അതൃപ്തിയുണ്ട്. ആ അതൃപ്തിയുടെ സൂചനയാണ് TP രാമകൃഷ്ണന്റെ ഇന്നത്തെ പ്രതികരണങ്ങൾ. എന്നാൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് നൽകാനാവില്ല എന്നത് തന്നെയാണ് CPIM-ന്റെ ഇപ്പോഴത്തെ സമീപനം. അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം അവർ നടത്തുന്നില്ലെങ്കിൽ കൂടി പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വിട്ടുകൊടുക്കാൻ CPIM തയ്യാറായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ മുന്നണിയുടെ നേതൃത്വം CPIM-ൽ മാത്രം കേന്ദ്രീകരിക്കുന്ന രീതി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്ത് തങ്ങളുടെ
തങ്ങളുടെ നിയമസഭാ നേതാവിനെ കൂടി കൊണ്ടുവരാൻ CPI ഉദ്ദേശിക്കുന്നത്. എന്നാൽ അത്തരമൊരു നീക്കത്തിൻ്റെ മുനയൊടിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് CPI ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ആശാസമരത്തിൻ്റെ കാര്യത്തിലടക്കം ഉന്നയിച്ച വിഷയങ്ങൾ മുന്നണി യോഗത്തിൽ CPI ഉന്നയിച്ചതല്ല. അത്തരമൊരു അഭിപ്രായം എന്തുകൊണ്ടാണ് CPI ഉന്നയിക്കുന്നതെന്ന് കാര്യം അവരോട് തന്നെ ചോദിക്കണമെന്നാണ് കൺവീനർ TP രാമകൃഷ്ണന്റെ ഇന്നത്തെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.